നമസ്കാരം. ഗൾഫ് വാർത്തകൾ. അബുദാബിയിൽ നിന്ന് എത്തിയ യുവാവിന് എംപോക്സ് സ്ഥിരീകരിച്ചു. വയനാട് സ്വദേശിയായ 26 വയസ്സുകാരനെയാണ് എംപോക്സ് ലക്ഷണത്തോടെ പരിയാരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത്. സൗദിയിൽ വധശിക്ഷയിൽ നിന്ന് അവസാന നിമിഷം രക്ഷപ്പെട്ട സ്വദേശി യുവാവ്. പ്രതിക്ക് കൊല്ലപ്പെട്ടയാളുടെ പിതാവ് മാപ്പ് നൽകിയതോടെയാണ് വാൾത്തലപ്പിൽ നിന്ന് ജീവൻ തിരിച്ചുകിട്ടിയത്. സൗദിയിൽ മലയാളി യുവാവ് മരിച്ചു. മലപ്പുറം സ്വദേശിയായ പുതുപൊന്നാനി കിഴക്കകത്ത് വീട്ടിൽ ഷമീർ ആണ് മരിച്ചത്. ഹൃദയാഘാതമാണ് മരണകാരണം. 35 വയസ്സായിരുന്നു. UAE ഗോർഫക്കാനിൽ ബസ് മറിഞ്ഞുണ്ടായ അപകടത്തിൽ 9 പേർ മരിച്ചു. ഇന്ത്യക്കാരായ കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ സഞ്ചരിച്ച ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. റിയാദ് മെട്രോയിൽ ഞായറാഴ്ച 4ാമത്തെയും 5ാമത്തെയും ട്രാക്കുകളായ ഗ്രീനിലും റെഡിലും ട്രെയിനുകൾ ഓടിത്തുടങ്ങി. പുലർച്ചെ 6 മുതലാണ് ഇരു ട്രാക്കുകളിലൂടെയും യാത്രക്കാരെയും വഹിച്ച് ട്രെയിനുകൾ ഓട്ടം ആരംഭിച്ചത്. UAE ജോലി സ്വപ്നം കാണുന്നവർക്ക് സന്തോഷ വാർത്തയാണ് പുറത്തുവരുന്നത്. അടുത്ത 10 വർഷത്തിനുള്ളിൽ ലൈഫ് സയൻസസ് മേഖലയിൽ 20,000 തൊഴിലവസരങ്ങൾ അബുദാബി സൃഷ്ടിക്കുന്നു. ബഹ്റൈന്റെ 53ാമത് ദേശീയ ദിനം പ്രമാണിച്ച് 896 തടവുകാർക്ക് മോചനം നൽകാൻ ഉത്തരവിട്ടിരിക്കുകയാണ് ഭരണാധികാരി ഹമദ് ബിൻ ഈസ അൽ ഖലീഫ രാജാവ്. ദേശീയ ദിനാഘോഷ നിറവിലാണ് ബഹ്റൈൻ. നാടെങ്ങും ആഘോഷ ലഹരിയിലാണ്. ഹമദ് രാജാവ് അധികാരമേറ്റതിന്റെ രജത ജൂബിലി കൂടിയാണ് ദേശീയ ദിനാഘോഷത്തിനൊപ്പം ഇന്ന് രാജ്യം കൊണ്ടാടുന്നത്. ഒമാനിൽ നാളെ വരെ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. സൗദിയിൽ തൊഴിൽ താമസ അതിർത്തി സുരക്ഷാ നിയമങ്ങൾ ലംഘിക്കുന്നവരെ കണ്ടെത്താനുള്ള പരിശോധനകൾ ശക്തമായി തന്നെ തുടരുകയാണ്.